പ്ലസ് ടു മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ബൈനറി ഓപ്പറേഷൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ എന്ന സെറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ആറിലെ ഇഷ്ടമുള്ള രണ്ട് എലമെന്റുകൾ എടുക്കുക. നമുക്ക് 2ഉം 0യും എടുക്കാം. ആറിലെ രണ്ട് എലമെന്റുകളാണ്. ഈ രണ്ട് എലമെന്റ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമുക്കറിയാവുന്ന ഒന്ന് രണ്ട് ഓപ്പറേഷൻസ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അഡിഷൻ തന്നെ നോക്കാം. ഈ രണ്ട് എലമെന്റുകളും ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 + 0 = 2 എന്ന് ലഭിക്കും. ഇവിടെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറും ഒരു റിയൽ നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ ആ ആൻസർ ആറിൽ ഉണ്ടായിരിക്കും. ഇതുപോലെ ആറിലെ ഏത് രണ്ട് എലമെന്റുകൾ എടുത്ത് ആഡ് ചെയ്താലും കിട്ടുന്ന ആൻസർ ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ എലമെന്റ് ആർ എന്ന സെറ്റിൽ ഉണ്ടായിരിക്കും. അടുത്ത് നമുക്ക് സബ്സ്ട്രാക്ഷൻ ഡിഫൈൻ ചെയ്യാം. ഈ രണ്ട് എലമെന്റുകൾ സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ 2 - 0 = 2 എന്ന് തന്നെ കിട്ടും. ഇതും ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ആൻസർ ആർ എന്ന സെറ്റിൽ ഉണ്ടായിരിക്കും. ഇതുപോലെ ഏത് രണ്ട് റിയൽ നമ്പർ എടുത്ത് സബ്സ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഒരു റിയൽ നമ്പർ ആയിരിക്കും. അത് ആറിൽ ഉണ്ടായിരിക്കും. അടുത്ത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 × 0 = 0. ഈ ആൻസറും ഒരു റിയൽ നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ അത് ആറിൽ ഉണ്ടായിരിക്കും. ഇതുപോലെ ഏത് രണ്ട് റിയൽ നമ്പർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന ആൻസർ ഒരു റിയൽ നമ്പർ ആയിരിക്കും. അത് ആറിൽ തന്നെ വരും. ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസിനെയാണ് നമ്മൾ ബൈനറി ഓപ്പറേഷൻസ് എന്ന് പേര് വിളിക്കുന്നത്. അതായത് ഒരു സെറ്റിലെ ഒരു ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ ആകണമെങ്കിൽ ആ സെറ്റിലെ ഏത് രണ്ട് എലമെന്റുകൾ എടുത്ത് ഓപ്പറേറ്റ് ചെയ്താലും കിട്ടുന്ന ആൻസർ ആ സെറ്റിൽ തന്നെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആ ഓപ്പറേഷനെ നമ്മൾ ബൈനറി ഓപ്പറേഷൻ എന്ന് പേര് വിളിക്കും. ഏത് രണ്ട് റിയൽ നമ്പർ ആഡ് ചെയ്താലും കിട്ടുന്ന ആൻസർ ഒരു റിയൽ നമ്പർ ആയിരിക്കും. അത് ആറിൽ തന്നെ വരും. അതുകൊണ്ട് തന്നെ അഡിഷൻ ആറിൽ ഒരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ സബ്സ്ട്രാക്ഷന്റെ കേസിലും ഏത് രണ്ട് റിയൽ നമ്പർ എടുത്ത് സബ്സ്ട്രാക്ട് ചെയ്താലും കിട്ടുന്ന ആൻസർ ആറിൽ തന്നെ വരും. അതുകൊണ്ട് തന്നെ സബ്സ്ട്രാക്ഷനും ആറിലെ ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. അതുപോലെ ഏത് രണ്ട് നമ്പർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന ആൻസർ ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതായത് ആറിൽ തന്നെ വരും. അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലിക്കേഷനും ഒരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. ഇനി നമുക്ക് ഡിവിഷന്റെ കാര്യം ഒന്ന് ചിന്തിക്കാം. 2നെ നമ്മൾ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ആൻസർ നോൺ ഡിഫൈൻഡ് ആണ്. അതൊരു റിയൽ നമ്പർ അല്ല. അതുകൊണ്ട് തന്നെ ഈ എലമെന്റ് ആറിൽ ഉണ്ടാവുകയില്ല. അതായത് ഏതൊരു റിയൽ നമ്പറിനെയും 0 എന്ന റിയൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ആറിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഡിവിഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. ഇനി നമുക്ക് ഇതിനൊന്ന് ജനറലൈസ് ചെയ്യാം. If A and B are any two real numbers, then there are various operations on A and B which give another real number. എയും ബിയും രണ്ട് റിയൽ നമ്പറുകളാണെങ്കിൽ അവ വച്ചിട്ട് നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. The operation of addition give their sum A + B. The operation of multiplication give their product A × B. The subtraction of B from A give their difference A - B. അപ്പോൾ രണ്ട് റിയൽ നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലും ഡിഫറൻസ് എടുക്കുകയാണെങ്കിലും കിട്ടുന്ന ആൻസർ ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ഓപ്പറേഷനും റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലെ ബൈനറി ഓപ്പറേഷൻസ് ആണ്. These are all examples of binary operations on the set of real numbers. അപ്പോൾ ഇതുപോലെ ഇത് മൂന്നും കൂടാതെ
നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. എയും ബിയും രണ്ട് റിയൽ നമ്പറുകളാണ്. എ ഇൻറ്റു ബി സ്ക്വയർ. എ റിയൽ നമ്പറാണ്, ബി സ്ക്വയറും റിയൽ നമ്പർ ആയിരിക്കും. എ ഇൻറ്റു ബി സ്ക്വയറും ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതുപോലെ എ പ്ലസ് ബി പ്ലസ് 1 ഇതും ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതുപോലെ നമുക്ക് ഡിഫൈൻ ചെയ്യാം എ മൈനസ് ബി പ്ലസ് 2, എ ബി ബൈ 4. ഇവയെല്ലാം ബൈനറി ഓപ്പറേഷൻസ് ആണ്. ഇനി നമുക്ക് ബൈനറി ഓപ്പറേഷന്റെ ഡെഫിനിഷനുകളിലേക്ക് പോകാം. വളരെ എളുപ്പമുള്ള ഏറ്റവും ചെറിയ ഒരു ഡെഫിനിഷനാണിത്. ഇഫ് സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ, then എ ബി എലമെന്റ് എ implies എ സ്റ്റാർ ബി എലമെന്റ് എ. സ്റ്റാർ എയിലെ ഒരു ഓപ്പറേഷൻ ആണ്. സ്റ്റാർ ഒരു ബൈനറി ഓപ്പറേഷൻ ആകണമെങ്കിൽ എയിലെ ഏത് രണ്ട് എലമെന്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്താലും കിട്ടുന്ന ആൻസർ എയിൽ തന്നെ ഉണ്ടാവണം. അതായത് എ ബി എലമെന്റ് എ implies എ സ്റ്റാർ ബി എലമെന്റ് എ. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് എയിലെ ഒരു ജോഡി എലമെന്റുകളാണ്. എയിലുള്ള ഒരു ജോഡി എലമെന്റുകൾക്ക് എയിൽ തന്നെയുള്ള ഒരു എലമെന്റ് അസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഡെഫിനിഷനെ നമുക്ക് വേറൊരു തരത്തിലും എഴുതാൻ സാധിക്കും. A binary operation star on a set A is a rule which assigns to a pair AB element A another element A star B element A. എയിലെ ഒരു ജോഡി എലമെന്റുകൾക്ക് എയിൽ തന്നെ ഉള്ള ഒരു എലമെന്റ് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എയിലെ ഒരു ജോഡി എലമെന്റുകൾ എന്ന് പറഞ്ഞാൽ അതിനൊന്ന് ഓർഡേഡ് പെയറാക്കി എഴുതുകയാണെങ്കിൽ ആ എലമെന്റ് എ ക്രോസ് എയിലെ എലമെന്റ് ആയിരിക്കും. അതിന് നമ്മൾ അസൈൻ ചെയ്യുന്നത് എയിലെ എലമെന്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡെഫിനിഷനെ നമുക്ക് വേണമെങ്കിൽ എ ക്രോസ് എയിൽ നിന്നും എയിലേക്കുള്ള ഒരു ഫംഗ്ഷനായി എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം. എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് എ ഈസ് എ ഫംഗ്ഷൻ സ്റ്റാർ ഫ്രം എ ക്രോസ് എ ടു എ. ഇതെല്ലാം ബൈനറി ഓപ്പറേഷന്റെ ഡെഫിനിഷനാണ്. എന്നിരുന്നാലും നമുക്ക് പഠിക്കേണ്ടത്, അതായത് ബൈനറി ഓപ്പറേഷൻ ചെക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഡെഫിനിഷൻ ഇതാണ്. ഇതൊന്ന് ഓർത്തിരിക്കുക. എ ബി എലമെന്റ് എ implies എ സ്റ്റാർ ബി എലമെന്റ് എ. ഇത് മാത്രം ചെക്ക് ചെയ്താൽ മതി ഒരു ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ ആണോ അല്ലയോ എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്കിനി ബൈനറി ഓപ്പറേഷന്റെ കുറച്ച് പ്രോബ്ലങ്ങളിലേക്ക് പോകാം. ചെക്ക് വെദർ ദ ഫോളോയിങ് ഡെഫിനിഷൻ ഓഫ് സ്റ്റാർ ഗിവ്സ് എ ബൈനറി ഓപ്പറേഷൻ ഓർ നോട്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഓൺ Z plus define star by A star B equal to A minus B. Z plus എന്ന സെറ്റ് ഓഫ് ഓൾ നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. നെഗറ്റീവ് അല്ലാത്ത ഇൻഡിജേഴ്സിന്റെ സെറ്റാണ് Z plus. അതുകൊണ്ട് തന്നെ 0 Z പ്ലസിനകത്ത് ഉണ്ടായിരിക്കും. Z പ്ലസിലെ ഡെഫിനേഷൻ ഇതാണ്. A star B equal to A minus B. നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. നമ്മുടെ സെറ്റ് Z പ്ലസ് ആണ്. സെറ്റ് ഓഫ് ഓൾ നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ്. Z പ്ലസിലെ സ്റ്റാറിന്റെ ഡെഫിനേഷൻ ഇതാണ്. A star B equal to A minus B. ഫസ്റ്റ് നമ്പർ എ, സെക്കൻഡ് നമ്പർ ബി. ഡെഫിനേഷൻ, സ്റ്റാറിന്റെ ഡെഫിനേഷൻ ഇതാണ്. ഫസ്റ്റ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ. Z പ്ലസിലെ രണ്ട് എലമെന്റുകൾ എടുക്കുക. 2, 5 എന്നിവ രണ്ട് നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ 2ഉം 5ഉം Z പ്ലസിൽ ഉണ്ടായിരിക്കും.
നമ്മുടെ ഡെഫിനിഷൻ എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ 2 സ്റ്റാർ 5 കണ്ടുപിടിക്കുകയാണെങ്കിൽ എയുടെ സ്ഥാനത്ത് 2, ബിയുടെ സ്ഥാനത്ത് 5, 2 മൈനസ് 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു -3. -3 ഒരു നെഗറ്റീവ് ഇൻഡിജർ ആണ്. അതുകൊണ്ട് തന്നെ -3 ഇസഡ് പ്ലസിലെ എലമെന്റ് അല്ല. Therefore, star is not a binary operation on Z plus. Here, star is not a binary operation on Z plus. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. On Z plus define star by A star B equal to AB. നമുക്ക് തന്നിട്ടുള്ള സെറ്റ് Z plus ആണ്. Z പ്ലസിലെ സ്റ്റാറിന്റെ ഡെഫിനിഷൻ A star B equal to A into B ആണ്. ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു സെക്കൻഡ് എലമെന്റ്. നമുക്ക് Z പ്ലസിലെ 2 ആർബിട്രറി എലമെന്റുകൾ എടുക്കാം. ലെറ്റ് എ ബി എലമെന്റ് Z പ്ലസ്. നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് എ സ്റ്റാർ ബി കണ്ടുപിടിക്കാം. എ സ്റ്റാർ ബി ഈക്വൽ ടു എ ഇൻറ്റു ബി. എയും ബിയും 2 നോൺ നെഗറ്റീവ് ഇൻഡിജറുകളാണ്. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ബിയും ഒരു നോൺ നെഗറ്റീവ് ഇൻഡിജർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എ ബി എലമെന്റ് ഓഫ് Z പ്ലസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ലഭിച്ചത് Z പ്ലസിലെ 2 ആർബിട്രറി എലമെന്റുകൾ എടുത്തു. എ ബി എലമെന്റ് Z പ്ലസ്, വിച്ച് ഇംപ്ലൈസ് എ സ്റ്റാർ ബി എലമെന്റ് Z പ്ലസ്. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ Z പ്ലസിൽ ഒരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. Therefore, star is a binary operation on Z plus. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി തന്നിട്ടുള്ള സെറ്റിലെ 2 എലമെന്റുകൾ എടുത്ത് ആ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആ സെറ്റിൽ ഇല്ല എന്ന് കാണിച്ചാൽ മതി. ബൈനറി ഓപ്പറേഷൻ ആണെന്ന് തെളിയിക്കുവാൻ വേണ്ടി ഇതുപോലെ ജനറൽ ആയിട്ട് നമുക്ക് ചെയ്തു നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. On R define star by A star B equal to A into B square. നമുക്ക് തന്നിട്ടുള്ള സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് R ആണ്. അപ്പൊ ആറിലെ 2 എലമെന്റുകൾ നമുക്ക് എടുക്കാം. ലെറ്റ് എ ബി എലമെന്റ് ആർ. ആറിലെ 2 ആർബിട്രറി എലമെന്റുകളാണ് എയും ബിയും. നമ്മുടെ ആറിൽ തന്നിട്ടുള്ള ഡെഫിനിഷൻ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി സ്ക്വയർ ആണ്. നമുക്ക് എ സ്റ്റാർ ബി എഴുതി നോക്കാം. എ സ്റ്റാർ ബി ഈക്വൽ ടു എ ഇൻറ്റു ബി സ്ക്വയർ. ബി ഒരു റിയൽ നമ്പർ ആയതുകൊണ്ട് ബിയുടെ സ്ക്വയറും ഒരു റിയൽ നമ്പർ ആയിരിക്കും. എ റിയൽ നമ്പർ ആണ്, അതുകൊണ്ട് തന്നെ എ ഇൻറ്റു ബി സ്ക്വയറും ഒരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പൊ എ ബി സ്ക്വയർ ഒരു റിയൽ നമ്പർ ആയതുകൊണ്ട് അത് ആറിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ലഭിച്ചത് എ ബി എലമെന്റ് ആർ implies A star B element R. Therefore, star is a binary operation on R. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. On Z plus define star by A star B equal to modulus of A minus B. നമുക്ക് തന്നിട്ടുള്ള സെറ്റ് Z plus ആണ്. Z പ്ലസിലെ സ്റ്റാറിന്റെ ഡെഫിനിഷൻ A star B equal to modulus of A minus B. Z പ്ലസിലെ 2 ആർബിട്രറി എലമെന്റുകൾ എടുക്കാം. എ ബി എലമെന്റ് Z പ്ലസ്, then
എ സ്റ്റാർ ബി നമുക്ക് കണ്ടുപിടിക്കാം. എ സ്റ്റാർ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് ബി. ഇനി നമ്മൾ നോക്കാം. എയും ബിയും രണ്ട് നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി കണ്ടുപിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആൻസർ നെഗറ്റീവ് കിട്ടാം. എന്നാലും അതിന്റെ മോഡുലസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നോൺ നെഗറ്റീവ് എന്ന് തന്നെ കിട്ടും. സീറോയോ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പറോ ആയിരിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഡ് എ മൈനസ് ബി ഒരു നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. Therefore, mod a minus b element of z plus. അപ്പോൾ നമുക്ക് കിട്ടിയത് എ ബി എലമെന്റ് z plus, then a star b element z plus. Therefore, star is a binary operation on z plus. അടുത്ത ക്വസ്റ്റ്യൻ, on z plus define star by a star b equal to a. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. z പ്ലസിലെ രണ്ട് എലമെന്റുകൾ എടുക്കുക. എയും ബിയും z പ്ലസിലെ രണ്ട് എലമെന്റുകളാണ്. ദെൻ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ആണ്. എ ഇസഡ് പ്ലസിലെ എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് എഴുതാം എ എലമെന്റ് ഓഫ് ഇസഡ് പ്ലസ്. നമുക്ക് ലഭിച്ചത് എ ബി എലമെന്റ് ഇസഡ് പ്ലസ്, ദെൻ എ സ്റ്റാർ ബി എലമെന്റ് ഇസഡ് പ്ലസ്. Therefore, star is a binary operation on z plus. ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, let a star be a binary operation on R defined by a star b equal to a plus b minus 3. Find 3 star 4, 4 star 3. Also find 2 star 3 star 4, 2 star 3 star 4. നമുക്ക് തന്നിട്ടുള്ള സെറ്റ് R ആണ്, റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. ആറിലെ ഡെഫിനിഷൻ എ സ്റ്റാർ ബി ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് 3 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3 സ്റ്റാർ 4ഉം 4 സ്റ്റാർ 3യുമാണ്. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എ സ്റ്റാർ ബി ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് 3. എയുടെ സ്ഥാനത്ത് 3യും ബിയുടെ സ്ഥാനത്ത് 4ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 3 plus 4 minus 3. That is equal to 3യും മൈനസ് 3യും ക്യാൻസൽ ചെയ്യാം. ആൻസർ 4 ആണ്. ഇതുപോലെ 4 സ്റ്റാർ 3 കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് 4 പ്ലസ് സെക്കൻഡ് എലമെന്റ് 3 മൈനസ് 3. 3യും 3യും ക്യാൻസൽ ചെയ്യാം. നമ്മുടെ ആൻസർ 4 എന്ന് തന്നെ കിട്ടും. ഇതിന്റെ പ്രത്യേകത 3 സ്റ്റാർ 4ഉം 4 സ്റ്റാർ 3യും ഈക്വൽ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് 2 സ്റ്റാർ 3 സ്റ്റാർ 4ഉം അതുപോലെ 2 സ്റ്റാർ 3 സ്റ്റാർ 4ഉം കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം 2 സ്റ്റാർ 3 സ്റ്റാർ 4 കണ്ടുപിടിക്കാം. നമ്മുടെ ഡെഫിനിഷൻ ഇതാണ്, എ സ്റ്റാർ ബി ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് 3. ഫസ്റ്റ് എലമെന്റ് എ, സെക്കൻഡ് എലമെന്റ് ബി ഈക്വൽ ടു ഫസ്റ്റ് എലമെന്റ് എ പ്ലസ് സെക്കൻഡ് എലമെന്റ് ബി മൈനസ് 3. ആദ്യത്തെ എലമെന്റ് പ്ലസ് രണ്ടാമത്തെ എലമെന്റ് മൈനസ് 3. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 സ്റ്റാർ ഉണ്ട്. ആദ്യം നമുക്ക് ബ്രാക്കറ്റിനകത്ത് വരുന്ന ബൈനറി ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്. അതായത് 2 സ്റ്റാർ 3 നമുക്ക് കണ്ടുപിടിക്കണം. 2 സ്റ്റാർ 3 കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് എലമെന്റ് 2 പ്ലസ് സെക്കൻഡ് എലമെന്റ് 3, രണ്ട് എലമെന്റ് കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം 3 മൈനസ് ചെയ്യും. 2 പ്ലസ് 3 മൈനസ് 3 സ്റ്റാർ 4.
ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മൈനസ് 3 ക്യാൻസൽ ചെയ്യാം. 2 സ്റ്റാർ 4 ആണ് നമുക്ക്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എലമെന്റ് 2 പ്ലസ് സെക്കൻഡ് എലമെന്റ് 4 മൈനസ് 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 4 മൈനസ് 3, 6 മൈനസ് 3 ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇതുപോലെ 2 സ്റ്റാർ 3 സ്റ്റാർ 4 നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 2 സ്റ്റാർ 3 സ്റ്റാർ 4. അതായത് ഫസ്റ്റ് നമ്പർ 3, സെക്കൻഡ് നമ്പർ 4. നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് എലമെന്റ് 3 പ്ലസ് സെക്കൻഡ് എലമെന്റ് 4 മൈനസ് 3. രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്യുക. അതിൽ നിന്നും 3 മൈനസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്റ്റാർ 3യും മൈനസ് 3യും ക്യാൻസൽ ചെയ്യാം. ബാലൻസ് നമുക്ക് 4 കിട്ടും. ഇനി നമുക്ക് 2 സ്റ്റാർ 4 കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 2 പ്ലസ് 4 മൈനസ് 3 ഈക്വൽ ടു 6 മൈനസ് 3 ഈക്വൽ ടു 3 എന്ന് തന്നെ ലഭിക്കും. ഇവിടെയും നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ 2 സ്റ്റാർ 3 സ്റ്റാർ 4 ഈക്വൽ ടു 2 സ്റ്റാർ 3 സ്റ്റാർ 4 എന്ന് ലഭിക്കും. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.